ഹായ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മുടെ പ്ലാവിൻ്റെയൊക്കെ അടിഭാഗത്ത്, അതായത് ചോട്ടിൽ ഇതുപോലെ ചക്ക ഉണ്ടാകാൻ വേണ്ടിയുള്ള ഒരു ടിപ്പാണ്. അതായത് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ നന്നായിട്ട് ചക്കയുണ്ട്. പക്ഷേ വീട്ടിൽ അധികം ചക്കയില്ല കേട്ടോ. അപ്പം എന്നോട് അമ്മച്ചി പറഞ്ഞു തന്നൊരു കാര്യമാണ്, പണ്ടൊക്കെ ഉള്ള ആൾക്കാർ ഇങ്ങനെയാണ് പോലും ചക്ക കൂടുതലായിട്ട് അവർ പിന്നെ പ്ലാവിൻ്റെയൊക്കെ മൂട്ടിലുണ്ടായത്. അപ്പോൾ വീട്ടിലിങ്ങനെ കൂടുതലായിട്ടുണ്ടായിട്ട് അത് ഇങ്ങനെ കാട്ടാനയുടെയൊക്കെ ശല്യമുള്ള കാരണം അവർ വെട്ടിക്കളയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മൂട്ടുഭാഗത്ത്, അതായത് പ്ലാവിൻ്റെ ചുവട് ഭാഗത്താണ് കൂടുതലായിട്ട് അവിടെ ചക്കയുണ്ടായത്. അപ്പം അതിന് വീട്ടിൽ ഞാൻ വന്നിട്ട് ചെയ്തെന്താണെന്ന് വെച്ചാൽ, സാധാരണ പ്ലാവിൻ്റെ ഇതേപോലെ ഈ പ്ലാവിൻ്റെ അടിഭാഗത്ത് ചെറിയ ചെറിയ നോഡുകൾ അതുണ്ടാവും. ആ ഭാഗം നന്നായിട്ട് എന്തെങ്കിലും ഒരു കമ്പിയോ അല്ലെങ്കിൽ ഒരു കത്തിയോ വെച്ചിട്ട് ചെറുതായിട്ട് അതിൻ്റെ തോൽഭാഗം ഒന്ന് കളഞ്ഞതിന് ശേഷം നമ്മുടെ ചാണകമില്ലേ, പച്ച ചാണകവും അല്പം മണ്ണും കൂടെ നമ്മൾ എടുക്കണം. അതിനുശേഷം ഈ ഇപ്പോൾ കണ്ടോ ഈ തടിച്ച ഭാഗം നമ്മളായി ഓരോ മുഴുകളും ഈ ഒരു ഭാഗത്താണ് സാധാരണയായിട്ട് ചക്കകൾ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഭാഗത്ത് ഈ ചാണകവും അതുപോലെ തന്നെ നമ്മുടെ മണ്ണും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തേച്ച് കൊടുക്കണം. അതിനുശേഷം ഇത് പെട്ടെന്ന് ഇപ്പം മഴയൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾ തേക്കുന്നതെങ്കിൽ അത് പോകാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കവറോ അല്ലെങ്കിൽ ഒരു പേപ്പറോ ഒക്കെ വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതേ രീതിയിൽ തേച്ച് ഈ ഒരു ഭാഗത്ത് കവറ് കെട്ടിക്കൊടുത്തായിരുന്നു കേട്ടോ. ഒരു 2 വർഷമായി കാണും. അതിൻ്റെ വള്ളി ഇങ്ങനെ ഒട്ടിയിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയൊരു നോഡ് പോലെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു മുഴ പോലെയൊക്കെ ഉള്ള ഭാഗത്താണ് സാധാരണയായിട്ട് ഇത് കണ്ടോ ഈ ഒരു പ്ലാവിൻ്റെ അടിഭാഗത്തുണ്ടായത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ആ ഒരു ചാണകത്തിൻ്റെ അത് പോകുമ്പോൾ നമ്മളിങ്ങനെ നട്ടു കൊടുക്കുക. അതിനൊരു തണുപ്പ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതിന് പിന്നെ കൂടുതൽ ഗുണമുണ്ടാകും. അപ്പം ആദ്യമേ ഇതിൻ്റെ ചെറുതായിട്ട് അതിൻ്റെ മേലത്തെ ആ തോല് ഒന്നിങ്ങനെ ചിരണ്ടി കളഞ്ഞിട്ട് വേണം ചെയ്യാൻ വേണ്ടി. ഇതേപോലെ ഇത് കഴിഞ്ഞ പ്രാവശ്യം ചക്ക ഉണ്ടായ സ്ഥലമാണ്, അവിടെയാണ് ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. നോക്കിക്കേ, നന്നായിട്ട് ചക്ക ഉണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാനും മടി കാണിക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ, ടേക്ക് കെയർ.